കേരളത്തിലെ ഗതാഗത മന്ത്രി കാസർഗോഡ് യാത്രയ്ക്കായി ഉപയോഗിച്ച ഔദ്യോഗിക വാഹനത്തിന് മതിയായ രേഖകളോ ഇൻഷുറൻസോ ഇല്ലെന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ഉയർന്നു വന്നത്. സംസ്ഥാനത്തെ നിയമപാലനത്തിനും ഗതാഗത സംവിധാനങ്ങൾക്കും നേതൃത്വം നൽകുന്ന വകുപ്പ് മന്ത്രി തന്നെ നിയമലംഘനം നടത്തി എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്നാൽ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്നും ഇത് വെറും ഒരു വ്യാജ പ്രചരണം മാത്രമാണെന്നും വ്യക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ഔദ്യോഗിക വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ ടൂറിസം വകുപ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച ഈ വാഹനത്തിന് കൃത്യമായ രേഖകൾ നിലവിലുണ്ടെന്നാണ് MVD വ്യക്തമാക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഈ വാഹനത്തിന് കൃത്യമായി നിലവിലുണ്ട്. 2025 മെയ് 18 മുതൽ 2027 മെയ് 17 വരെ കൃത്യമായ സാധുതയുള്ള ഇൻഷുറൻസ് പോളിസി ഇതിനുണ്ടെന്നാണ് വസ്തുത. മാത്രമല്ല, വാഹനത്തിന്റെ മലിനീകരണ സർട്ടിഫിക്കറ്റ് കാലാവധി 2026 ജൂലൈ 6-ന് അവസാനിച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് ജൂലൈ 7-ാം തീയതി ഇത് കൃത്യമായി പുതുക്കിയിട്ടുമുണ്ട്. ഇവിടെയാണ് ഡിജിറ്റൽ ഗവേണൻസിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും ഏകോപനമില്ലായ്മ എന്ന കാതലായ പ്രശ്നം ഉയർന്നു വരുന്നത്. കേരളത്തിന്റെ സ്വന്തം ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് വഴിയുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ തത്സമയം അപ്ഡേറ്റ് ആയി വരാൻ നേരിടുന്ന സാങ്കേതികമായ സമയതാമസമാണ് ഈ വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായത്. പൊതുഭരണ സംവിധാനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ രണ്ട് വ്യത്യസ്ത സർക്കാർ പോർട്ടലുകൾ തമ്മിലുള്ള ഡാറ്റ സിങ്ക് ചെയ്യപ്പെടാൻ വൈകുന്നത് ഭരണപരമായ പോരായ്മയായി മാറുകയും അത് സതുദ്ദേശപരമല്ലാത്ത രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് വളമാവുകയും ചെയ്യുന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കേവലം വൈകാരികമായ വിയോജിപ്പുകൾക്കോ രാഷ്ട്രീയ ചേരിതിരിവുകൾക്കോ അപ്പുറം ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകൾ, വസ്തുതകൾ അന്വേഷിക്കാതെ സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിക്കുന്നത് ജനാധിപത്യ സംവാദങ്ങളുടെ നിലവാരത്തെയാണ് തകർക്കുന്നത്. ഔദ്യോഗിക സംവിധാനങ്ങളെയും വ്യക്തികളെയും ഇത്തരത്തിൽ വികലമായി ചിത്രീകരിക്കുന്ന പ്രവണതകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഡാറ്റ കൃത്യത ഉറപ്പുവരുത്തേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമാണെങ്കിൽ വാർത്തകൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ വസ്തുത തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നത് ഒരു നല്ല പൗരന്റെ ഉത്തരവാദിത്തമാണ്. ഒരു ഉത്തരവാദിത്തമുള്ള പൗരനെന്ന നിലയിൽ ഡിജിറ്റൽ യുഗത്തിലെ ഇത്തരം ഇൻഫോർമേഷൻ ഗ്യാപ്പുകളെയും വ്യാജ പ്രചരണങ്ങളെയും കുറിച്ചുള്ള നിങ്ങളുടെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തിൽ കൂടുതൽ ആരോഗ്യകരമായ ചർച്ചകൾ സാധ്യമാകുന്നതിനായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വിശകലനം പരമാവധി ആളുകളിലേക്ക് പങ്കുവയ്ക്കുക.